ഒരു മകൻ എനിക്ക് അയച്ച മെസ്സേജ് ആയിരുന്നു. എൻ്റെ അമ്മക്ക് പഠിക്കാൻ ഒരുപാട് ആഗ്രഹമുള്ള ഒരാളാണ്. അമ്മ എന്നും പഠനത്തെക്കുറിച്ച് ഇങ്ങനെ സംസാരിക്കും. ഇപ്പോൾ ലാസ്റ്റ് എൻ്റെ വീഡിയോ കണ്ട സമയത്ത് വീണ്ടും അമ്മ ഇങ്ങനെ കാര്യങ്ങളൊക്കെ അവരുടെ അടുത്ത് പറഞ്ഞു എന്നുള്ളത്. പക്ഷെ അമ്മയുടെ മെയിൻ പ്രോബ്ലം അമ്മയ്ക്ക് വലുതായിട്ട് എഴുതാനും വായിക്കാനൊന്നും അറിയുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അമ്മയ്ക്ക് ഇനി പഠിക്കാൻ പറ്റുമോ എന്നൊക്കെ ഉള്ളൊരു ടെൻഷനും കൂടെ ഉണ്ട് എന്നുള്ളത്. ഇതിനെക്കുറിച്ചും എന്താ ചെയ്യാൻ പറ്റുക എന്നുള്ളതിനെ കുറിച്ചൊക്കെ ആയിരുന്നു ആ മകൻ്റെ അടുത്ത് ചോദിച്ച് മനസ്സിലാക്കിയിട്ടുണ്ടായത്. അപ്പം അമ്മ ഇപ്പോൾ അടുത്തിടെയായിട്ടൊരു പ്രായമുള്ള അമ്മ പിന്നെ ഡിഗ്രി BCom എന്തോ ചെയ്യുന്ന വീഡിയോസൊക്കെ കണ്ടു. അപ്പം മുതലേ അമ്മ ഇതിനെക്കുറിച്ച് ഭയങ്കരമായിട്ട് മകൻ്റെ അടുത്ത് സംസാരിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പം ഞാൻ നിങ്ങളടുത്ത് പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ അന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞതുപോലെ പ്രായം ഒരു പ്രശ്നമേ അല്ല. പിന്നെ ഈ അക്ഷരങ്ങൾ അറിയുന്നില്ല, അതുകൊണ്ട് എനിക്കിനി പഠിക്കാൻ പറ്റില്ല എന്നുള്ളതൊന്നുമില്ല. അക്ഷരങ്ങൾ പഠിച്ചെടുക്കുക. അക്ഷരങ്ങൾ പഠിച്ചെടുക്കാൻ ഒരുപാട് മാസങ്ങളൊന്നും കാത്തിരിക്കേണ്ട ആവശ്യമില്ല. വളരെ ചുരുങ്ങിയ മാസങ്ങൾ കൊണ്ട് അത് നിങ്ങളുടെ ഒരു കപ്പാസിറ്റി പോലെ ആയിരിക്കും. നിങ്ങൾ എത്രത്തോളം ഹാർഡ് വർക്ക് ചെയ്യുന്നു അതിന് വേണ്ടിയിട്ട് അത്രത്തോളം നിങ്ങൾക്കത് കരസ്ഥമാക്കാൻ വേണ്ടി സാധിക്കും എന്നുള്ളതാണ്. അപ്പം നിങ്ങളുടെ ബ്രെയിന് അങ്ങനെ ഒരു കപ്പാസിറ്റി ഇല്ല എന്ന് നിങ്ങൾ വിശ്വസിക്കരുത്. അതിനുള്ള കപ്പാസിറ്റി ഉണ്ട്. ഒരു പക്ഷേ നമ്മൾ പഠിച്ച കാര്യങ്ങൾ അല്ലെങ്കിൽ അത് പഠിക്കാനെടുക്കുന്ന സമയങ്ങൾ ആദ്യം തുടങ്ങുന്ന ഒരു സമയത്ത് ഒരു പക്ഷേ നമുക്ക് ടൈം എടുത്തേക്കാം. പക്ഷെ അത് കണ്ടിന്യൂസ് ആയിട്ട് ആ ഒരു പ്രോസസ്സ് നിങ്ങളുടെ ഡേ ബൈ ഡേ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി ചെയ്യുന്നുണ്ടെങ്കിൽ 100-101% നല്ല രീതിയിൽ മനസ്സിലാക്കാനും പഠിക്കാനും ഓർമ്മിച്ചു വെക്കാനും പരീക്ഷകൾ എഴുതാനെല്ലാം നിങ്ങൾക്ക് പറ്റും എന്നുള്ളതാണ്. അങ്ങനെ ഒരു കപ്പാസിറ്റി നമ്മുടെ ബ്രെയിനുണ്ട്. അത് നിങ്ങൾ ബിലീവ് ചെയ്യുക. നമ്മുടെ ബ്രെയിന് കുറേ കാലങ്ങൾ ചെയ്യാതിരുന്നത് കൊണ്ട് ഇനി എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്നില്ല. നമ്മൾ ചെയ്യാതിരുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ പഠിക്കാൻ വിട്ടുപോയ കാര്യങ്ങൾ അല്ലെങ്കിൽ പഠിക്കാതെ മാറ്റിയിരുന്ന കാര്യങ്ങൾ, അറിയാതെ പോയ കാര്യങ്ങളൊക്കെ നമ്മൾ വീണ്ടും തുടക്കത്തിൽ ചെറിയ പ്രയാസങ്ങളൊക്കെ ഉണ്ടാവും നിങ്ങൾക്ക്. പക്ഷെ അതിന് മറികടന്നുകൊണ്ട് മുമ്പോട്ടേക്ക് ഡേ ബൈ ഡേ ഇമ്പ്രൂവ് ചെയ്ത് വരുന്ന സമയത്ത് തീർച്ചയായിട്ടും നിങ്ങളുടെ ബ്രെയിൻ അതിനനുസരിച്ച് ഡെവലപ്പ് ചെയ്യും. അതിനനുസരിച്ച് നിങ്ങളുടെ ബ്രെയിൻ ഇതെല്ലാം ഉൾക്കൊള്ളാൻ തുടങ്ങും. നിങ്ങൾക്ക് നല്ല രീതിയിൽ പഠിക്കാൻ വേണ്ടി സാധിക്കും. അപ്പോൾ ആർക്കും ഒരു സംശയം വേണ്ട. ഏത് ഏജിലാണെങ്കിലും അക്ഷരങ്ങൾ അറിയാത്തവരാണെങ്കിൽ പോലും തന്നെ അക്ഷരങ്ങൾ മുതൽ നിങ്ങൾക്ക് പഠിച്ചെടുത്ത് നല്ലൊരു ലെവലിലോട്ടേക്ക് വരാൻ വേണ്ടി സാധിക്കും. നിങ്ങൾക്ക് സ്വന്തമായി പത്രങ്ങൾ വായിക്കാനും മനസ്സിലാക്കാനും ബസ്സിൻ്റെ ബോർഡുകൾ അറിയാനും ഒക്കെ വേണ്ടി സാധിക്കും. അതുപോലെ തന്നെ സമൂഹത്തിൽ നടക്കുന്ന ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാം. ഒരുപാട് പുസ്തകങ്ങൾ ഉണ്ടാവും. ആ പുസ്തകങ്ങളിലൊക്കെ നിങ്ങൾക്ക് കണ്ണുകൾ ഓടിച്ചു പോകാവുന്നതാണ്. അങ്ങനെ ഇപ്പം നിങ്ങൾ പഠിച്ചിട്ട് എന്താണ് ആവാനാണോ ആഗ്രഹം, ആ ലെവലിലോട്ടേക്ക് നിങ്ങൾക്ക് എത്താൻ വേണ്ടി തീർച്ചയായിട്ടും സാധിക്കും. സോ ആർക്കും ഇങ്ങനത്തെ സംശയങ്ങൾ വെച്ച് പഠിക്കാതിരിക്കേണ്ട. പിന്നെ മറ്റുള്ളവർ നമ്മളിനി പഠിക്കാൻ പോകുന്ന സമയത്ത് മറ്റുള്ളവർ എന്ത് പറയും എന്നുള്ളൊരു ആശങ്ക വേറെ ഉണ്ടാവും. അതൊന്നും നിങ്ങൾ ബോധർ ചെയ്യേണ്ട. നിങ്ങളുടെ ലക്ഷ്യസ്ഥാനത്തിലേക്ക് നിങ്ങൾ എത്താൻ വേണ്ടി നോക്കുക. അപ്പം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നിങ്ങളുടെ സ്വന്തം ഇബ്രാഹിം മജീദ്, കൗൺസിലർ ആൻഡ് സൈക്കോതെറാപ്പിസ്റ്റ്.